നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അഞ്ജന, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, പരബ്രഹ്മ ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വൈകി വരുന്ന ആർത്തവം, അതായത് ഡിലേഡ് പീരീഡ്സിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് റെഗുലർ സൈക്കിൾസ്? അതായത് അവസാനം വന്ന പീരീഡ്സിൻ്റെ ആദ്യ ദിവസം മുതൽ 21 ദിവസത്തിന് ശേഷമോ അല്ലെങ്കിൽ 35 ദിവസത്തിന് മുൻപോ ആണ് അടുത്ത പീരീഡ്സ് വരുന്നതെങ്കിൽ അവയെ റെഗുലർ സൈക്കിൾസായി കണക്കാക്കാം. അപ്പോൾ വൈകി വരുന്ന ആർത്തവത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? ഏറ്റവും പ്രധാനം പ്രഗ്നൻസി. ഒരു സ്ത്രീ ഗർഭം ധരിച്ചു വന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങളിലൊന്നാണ് വൈകി വരുന്ന ആർത്തവം. യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റോ ബ്ലഡ് ടെസ്റ്റോ ഉപയോഗിച്ച് കറക്റ്റായി കൺഫേം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കോമൺ ആയി കാണുന്ന മറ്റൊരു പ്രശ്നമാണ് PCOS, PCOD എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. വൈകി വരുന്ന ആർത്തവം മാത്രമല്ല, അതായത് ചിലർക്ക് ആർത്തവം വൈകി വരുന്നു, 2 മാസം കൂടിയിരിക്കുമ്പോൾ വരുന്നു, 6 മാസം കൂടിയിരിക്കുമ്പോൾ വരുന്നവരുണ്ട്. ചിലർക്ക് ടാബ്ലറ്റ് കഴിച്ചാൽ മാത്രം പീരീഡ്സ് വരുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് പീരീഡ്സ് വരുന്ന സമയത്ത് നന്നേ ബ്ലഡ് കുറവ്, അങ്ങനെയുള്ള ആർത്തവ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇവയൊന്നും മാത്രമല്ല, അമിതമായ വണ്ണം, അമിതമായ മുഖക്കുരു, രോമ വളർച്ച, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മുതലായവയും PCOSൽ കണ്ടുവരുന്നുണ്ട്. പ്രോപ്പറായി വെയിറ്റ് അറ്റൈൻ ചെയ്തതിലൂടെയും ഡയറ്റ് കൃത്യമായി ക്രമീകരിക്കുന്നതിലൂടെയും റെഗുലറായി എക്സസൈസ് ചെയ്യുന്നതിലൂടെയും ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് തൈറോയിഡ് ഇറഗുലാരിറ്റീസ്, അതായത് തൈറോയിഡ് ഡിസോർഡേഴ്സ്. നമുക്ക് ബോഡിയിൽ തൈറോയിഡിൻ്റെ അളവ് അമിതമായി കൂടുന്ന അവസ്ഥ, കുറയുന്ന അവസ്ഥ, അതായത് ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, ഈ 2 ഡിസോർഡേഴ്സിലും പീരീഡ്സിൻ്റെ ഇറഗുലാരിറ്റീസ് കണ്ടുവരുന്നുണ്ട്. ഇവ മാത്രമല്ല, മറ്റ് പല ലക്ഷണങ്ങളും അത് ഹൈപ്പോതൈറോയിഡാണോ ഹൈപ്പർ തൈറോയിഡാണോ അനുസരിച്ച് കാണുന്നുണ്ട്. അത് ബ്ലഡിൽ തൈറോയിഡിൻ്റെ അളവ് നോക്കി കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. തൈറോയിഡ് പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. ഇത്തരം പ്രൊലാക്റ്റിൻ നമ്മുടെ ബോഡിയിൽ കൂടുന്നതിലൂടെ ആർത്തവം ഡിലേ ആവുന്നതെന്നും ഇത് മാത്രമല്ല, സ്ത്രീകൾ സ്തനങ്ങളിൽ നിന്ന് പാല് പോലെയുള്ള ഡിസ്ചാർജ് വരിക, വന്ധ്യത മുതലായവയും ഹൈപ്പർ പ്രൊലാക്റ്റിനിമിയയിൽ കണ്ടുവരുന്നുണ്ട്. ബ്ലഡിൽ പ്രൊലാക്റ്റിൻ്റെ അളവ് നോക്കി കൃത്യമായ കാരണം കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രധാനമാണ്, എന്നാൽ എല്ലാവരും ഇഗ്നോർ ചെയ്ത് കളയുന്ന ചില കാരണങ്ങളാണ് അമിതമായി വണ്ണം വയ്ക്കുക, പെട്ടെന്നുണ്ടാകുന്ന വെയിറ്റ് ലോസ്, അതായത് അമിതമായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാവുക, അമിതമായി എക്സസൈസ് ചെയ്യുക, അമിതമായിട്ടുള്ള സ്ട്രെസ് മുതലായവയും, കൂടാതെ ജനനേന്ദ്രിയങ്ങളെ ബാധിക്കുന്ന ചില TBകൾ, അതായത് ട്യൂബർക്ലോസിസ് മുതലായവയും പീരീഡ്സ് വൈകി വരാനുള്ള കാരണങ്ങളായി കണ്ടുവരുന്നുണ്ട്. ഇത്തരം ടിപ്സുകൾക്കായി പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ പേജുകൾ ഫോളോ ചെയ്യുക.